ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ ബാങ്ക് റീകൺസിലിയേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ജനറലി സ്റ്റുഡൻസ് ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ടോപ്പിക്കായിട്ടാണ് ബാങ്ക് റീകൺസിലിയേഷനെ കാണാറുള്ളത്. എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം എന്ന് നോക്കാം. എന്താണ് ബാങ്ക് റീകൺസിലിയേഷൻ എന്ന് നോക്കാം. ബാങ്ക് റീകൺസിലിയേഷൻ എന്ന് പറയുമ്പോൾ ബിസിനസ്സിൻ്റെ ക്യാഷ് അറ്റ് ബാങ്ക് ലെഡ്ജറിൽ, അതായത് നമ്മളുടെ ക്യാഷ് ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്നത് എവിടെയാണ്? നമ്മളുടെ ക്യാഷ് അറ്റ് ബാങ്ക് ലെഡ്ജറിലാണ്. ആ ക്യാഷ് അറ്റ് ബാങ്ക് ലെഡ്ജറിലെ ഇയർ എൻഡിലെ ബാലൻസും നമ്മളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിലെ ബാങ്കുകാർ റെക്കോർഡ് ചെയ്യുന്ന റെക്കോർഡ് ഉണ്ടായിരിക്കില്ല, അതാണ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിലെ ബാലൻസും തമ്മിൽ ഇയർ എൻഡിൽ നമ്മൾ മാച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് ആൾവേസ് അഗ്രീഡ് ആവണമെന്നില്ല, അവിടെ ഡിഫറൻസ് വരാം. അപ്പോൾ എന്തുകൊണ്ട് ആ ഡിഫറൻസ് വന്നു, എന്താണ് അതിൻ്റെ ഡിഫറൻസ് വരാനുള്ള റീസൺസ്, അത് കണ്ടെത്തിയിട്ട് രണ്ട് ഡോക്യുമെന്റ്സിലെ, അതായത് നമ്മളുടെ ക്യാഷ് അറ്റ് ബാങ്ക് ലെഡ്ജറിലെ ബാലൻസും ബാങ്ക് സ്റ്റേറ്റ്മെന്റിലെ ബാലൻസും തമ്മിൽ അഗ്രി ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ബാങ്ക് റീകൺസിലിയേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ എല്ലാവർക്കും? സോ നമ്മൾ പറഞ്ഞു, ബാങ്ക് റീകൺസിലിയേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഫോർമാറ്റ് ത്രൂ ചെയ്യുന്നതായിരിക്കും എളുപ്പം. സോ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഞാനൊരു ഫോർമാറ്റ് പറയാം. ക്യാഷ് അറ്റ് ബാങ്ക് ലെഡ്ജർ, ഇതാണ് ബിസിനസ് റെക്കോർഡ് ചെയ്യുന്ന ഡോക്യുമെന്റ്. നമ്മളുടെ ക്യാഷ് ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്ന സ്ഥലം. ബാങ്കുകാർ റെക്കോർഡ് ചെയ്യുന്ന സ്ഥലമാണ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. ഞാൻ ആക്ച്വലി ബാങ്ക് സ്റ്റേറ്റ്മെന്റിന് ഇവിടെ ബാങ്ക് റീകൺസിലിയേഷൻ എന്നുള്ളതും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ചെയ്യുന്നുണ്ട്. ബട്ട് നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ബാങ്കുകാർ റെക്കോർഡ് ചെയ്യുന്ന സ്പേസ് ആണ്, സ്റ്റേറ്റ്മെന്റ് ആണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത്. നമ്മളുടെ ക്യാഷ് അറ്റ് ബാങ്ക് ലെഡ്ജറിൽ ഇയർ എൻഡിലെ ബാലൻസ് ഉണ്ടായിരിക്കില്ലേ, അതാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. ബാലൻസ് അറ്റ് ഇയർ എൻഡ്. നമ്മൾ പറഞ്ഞല്ലോ, ഈ ബാലൻസും ഏത് ബാലൻസുമായിട്ട് അഗ്രീഡ് ആവില്ല? ബാങ്കിലെ ബാലൻസ് ആയിട്ട്. ബാലൻസ് അറ്റ് ഇവിടുത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ ഇയർ എൻഡ് ബാലൻസുമായിട്ട് ആൾവേസ് അഗ്രീഡ് ആവണമെന്നില്ല, ഡിഫറൻസ് വരാം. 3 കാരണങ്ങൾ കൊണ്ടാണ് അവിടെ ഡിഫറൻസ് വരുന്നത്. അത് നമ്മൾ അടുത്ത ടോപ്പിക്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, എങ്കിലും ഞാൻ നിങ്ങളോടൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് ഒന്നാണ് അൺറെക്കോർഡഡ് ഐറ്റംസ്. അൺറെക്കോർഡഡ് ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകാർ ഇത് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഐഡന്റിഫൈ ചെയ്ത് അവരത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇയർ എൻഡിൽ നമ്മളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കുമ്പോഴേ ഇത് എന്ത് ചെയ്യുന്നുള്ളൂ, ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട് എന്ന് നമ്മൾ അറിയുന്നുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മളുടെയൊക്കെ ബാങ്കുകാർ ബാങ്ക് ചാർജ് ATMൻ്റെയോ അല്ലെങ്കിൽ അവരുടെ സർവീസ് ചാർജ് എന്തെങ്കിലുമൊക്കെ ഡിഡക്ട് ചെയ്യാറുണ്ട്. പലപ്പോഴും നമ്മളത് അറിയാറില്ല, കാരണം നമ്മളുടെ കയ്യിൽ നിന്ന് ക്യാഷ് ആയിട്ടല്ലല്ലോ നമ്മളിത് ബാങ്കിന് കൊടുക്കാറുള്ളത്. അവരത് ഓട്ടോമേറ്റഡ് ആയിട്ട് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കുകയല്ലേ ചെയ്യാറുള്ളത്. ഇത് നമ്മൾ അറിയുന്നത് എപ്പോഴായിരിക്കും? അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കുമ്പോഴായിരിക്കും ഇങ്ങനെ ഒരു പേയ്മെന്റ് പോയിട്ടുണ്ടല്ലോ എന്നുള്ളത്. ഇതുപോലെ വരുന്നതാണ് ബാങ്കുകാർ നമ്മളുടെ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾ സേവിങ്സ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഒരു ക്യാഷ് ബാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്താലും മനസ്സിലാവും, ഒരു 3 മാസം കൂടുമ്പോഴൊക്കെ ചെറിയൊരു എമൗണ്ട് ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ആവാറുണ്ട്, നമ്മളുടേക്ക് കയറാറുണ്ട്. കാരണം നമുക്കൊരു പലിശ ബാങ്ക് ഇങ്ങോട്ട് തരും. ഇതുപോലെ നമ്മൾ വല്ല ഓവർ ഡ്രാഫ്റ്റോ വല്ല പലിശ ലോണോ കാര്യങ്ങളോ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് അവരൊരു പലിശ ചാർജ് ചെയ്യാറുണ്ട്, ഒരു ഇൻട്രസ്റ്റ് അവരെ ഈടാക്കാറുണ്ട്. സോ ഇങ്ങനെ ഇൻട്രസ്റ്റ് നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്, നമുക്ക് തരാറുണ്ട്. ഇത് ത്രൂ അക്കൗണ്ടിൽ നിന്ന് അവർ ചെയ്യുന്നതാ, നമ്മളുടെ കയ്യിൽ നിന്ന് ക്യാഷ് ആയിട്ട് മേടിക്കുന്നതല്ല. അതുകൊണ്ട് നമ്മളിത് അറിയാറില്ല പലപ്പോഴും. ഇങ്ങനത്തെ ബാങ്കുകാർ ഓൾറെഡി റെക്കോർഡ് ചെയ്തതും നമ്മൾ അറിയാത്തതുമായിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ അൺറെക്കോർഡഡ് ഐറ്റംസ് എന്ന് പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, ഇത് ബാങ്കുകാർ അവരുടെ എന്താണ് ഓൾറെഡി അഡ്ജസ്റ്റഡാ. പക്ഷെ ഇത് നമ്മളുടെ എന്ത് ചെയ്തിട്ടില്ല, അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇത് എവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്? നമ്മളുടെ ലെഡ്ജറിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, ബാങ്ക് റീകൺസിലിയേഷനിൽ നമ്മളുടെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഡോക്യുമെന്റ് കറക്റ്റ് ആക്കുക എന്നുള്ളതാണ്. നമ്മളുടെ ഡോക്യുമെന്റ് ഏതാണ്? ക്യാഷ് അറ്റ് ബാങ്ക് ലെഡ്ജറാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, എന്ത് വരാം? ബാങ്ക് ചാർജസ് വരാം, ATM ചാർജോ അവരുടെ മറ്റ് പ്രോസസ്സിങ് ചാർജോ കാര്യങ്ങളൊക്കെ. ഇത് ഓൾറെഡി ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അവർ ഡിഡക്ട് ചെയ്തിട്ടുണ്ട്, നമ്മൾ ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ലെഡ്ജറിൽ നിന്ന് അത് ലെസ് ചെയ്യണം. ക്ലിയർ ആണോ? ഇതുപോലെ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, ഇൻട്രസ്റ്റ് പെയ്ഡ് ഉണ്ടായിരിക്കും.
അവർ ഓൾറെഡി നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് ഇൻട്രസ്റ്റ് കട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇത് നമ്മളുടെ ലെഡ്ജറിൽ നിന്ന് മൈനസ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല, അതുകൊണ്ട് അതും മൈനസ് ചെയ്യണം. ഇതുപോലെ വരുന്ന മറ്റൊരു കാര്യമാണ് ഇൻട്രസ്റ്റ് റിസീവ്ഡ്. ഞാൻ പറഞ്ഞില്ലേ 3 മാസം കൂടുമ്പോൾ വല്ല പലിശ കാര്യങ്ങളോ കിട്ടിയിട്ടുണ്ടെങ്കിൽ ബാങ്കിൽ ഓട്ടോമാറ്റിക്കലി കയറിയതല്ലേ, നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ആഡ് ചെയ്യണം. ക്ലിയർ ആണ്? ഇതുപോലെ വരുന്ന 1-2 കാര്യങ്ങൾ കൂടെ പറയും. ഡിസോണേർഡ് ചെക്ക് വരാറുണ്ട്. എന്താ ഡിസോണേർഡ് ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അൺറെക്കോർഡഡ് ഐറ്റം ആണ്. ആക്ച്വലി നമുക്കൊരു ചെക്ക് റിസീവ് ചെയ്തു, നമ്മുടെ കസ്റ്റമറോ കാര്യങ്ങളോ ആരെങ്കിലും തന്നു. ക്ലിയർ ആണോ? സോ ഇത് നമ്മൾ എന്ത് ചെയ്തു, നമ്മളുടെ ബുക്കിൽ ജസ്റ്റ് ആഡ് ചെയ്തു. ചെക്ക് കിട്ടിയപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കരുതരുത് ഇത് അൺറെക്കോർഡഡ് എന്ന് പിന്നെ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് പറഞ്ഞുതരാം. ഈ കിട്ടിയ ചെക്ക് നമ്മൾ എന്ത് ചെയ്തു, ബാങ്കിലും കൊണ്ടുപോയി കൊടുത്തു. ഇങ്ങനെ അസ്യൂം ചെയ്യണം കേട്ടോ, ഇതാണ് അതിൻ്റെ കറക്റ്റ് വേ. ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്തു. ബാങ്കുകാർ എന്ത് ചെയ്തു, ജസ്റ്റ് അതിൻ്റെ ബാലൻസ് നമ്മളതിലോട്ട് ആഡ് ചെയ്തു. പക്ഷെ കസ്റ്റമറിൻ്റെ അക്കൗണ്ട് നോക്കിയപ്പോൾ അതിൽ എന്തില്ല, പൈസ ഇല്ല. അപ്പോൾ ബാങ്കുകാർ എന്ത് ചെയ്തു, അത് അവരുടെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് മൈനസ് ചെയ്തു. ഇപ്പൊ മനസ്സിലായോ? ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് മൈനസ് ചെയ്തു. പക്ഷെ ഇത് എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ അറിഞ്ഞിട്ടില്ല. അക്കൗണ്ടിൽ നിന്ന് അവർ തിരിച്ച് മൈനസ് ചെയ്ത കാര്യം നമ്മൾ അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇത് അൺറെക്കോർഡഡ് ഐറ്റം ആയില്ലേ, നമ്മൾ എന്ത് ചെയ്യണം, ഇത് നമ്മളുടെ ലെഡ്ജറിൽ നിന്നും മൈനസ് ചെയ്യണം. ക്ലിയർ ആണോ? എങ്ങനെയായിരുന്നു, കസ്റ്റമർ ചെക്ക് തന്നു, നമ്മൾ നമ്മളുടെ ആഡ് ചെയ്തു, എന്നിട്ട് ആ ചെക്ക് ബാങ്കിൽ സബ്മിറ്റ് ചെയ്തു. ബാങ്കുകാരും വിശ്വസിച്ച്, കസ്റ്റമറിനെ വിശ്വസിച്ച് നമ്മളുടെ അക്കൗണ്ടിൽ ആ പൈസ ആഡ് ചെയ്തു. പക്ഷെ കസ്റ്റമറിന്റെ അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ അതിൽ പൈസ ഇല്ല. അപ്പൊ ബാങ്കുകാർ ആഡ് ചെയ്ത പൈസ അവർ തിരിച്ച് മൈനസ് ചെയ്തു. ഇത് നമ്മൾ അറിഞ്ഞിട്ടില്ല. നമ്മളുടെ വിചാരം ഇപ്പോഴും എന്താ, പൈസ കയറിയിട്ടുണ്ട് എന്നാണ്. സോ ബാങ്കുകാർ മൈനസ് ചെയ്തില്ലേ, നമ്മൾ മൈനസ് ചെയ്തിട്ടില്ലല്ലോ. ഇത് അൺറെക്കോർഡഡ് ഐറ്റം ആയി. നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡിസോണേർഡ് ചെക്കും കൂടി എന്ത് ചെയ്യണം, ലെസ് ചെയ്യേണ്ടതുണ്ട്. സോ ഈ ഡിസോണേർഡ് ചെക്കും കൂടെ ലെസ് ചെയ്തു. ഇതുപോലെ വരുന്ന മറ്റൊരു കാര്യമാണ്, നിങ്ങൾ വല്ല EMI കാര്യങ്ങളോ എടുത്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമേറ്റഡ് ആയിട്ട് മന്ത്ലി പേയ്മെന്റുകൾ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പോകാറുണ്ട്. ഇത് നമ്മളൊരിക്കലും ക്യാഷ് ആയിട്ട് ബാങ്കിലേക്ക് കൊടുക്കുന്നതല്ല, നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അവർ ഓട്ടോമേറ്റഡ് ആയിട്ട് ഡിഡക്റ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾക്കറിയാലോ, ബാങ്കിൽ നിന്ന് നമ്മളുടെ കയ്യിൽ നിന്ന് പൈസ പോകുമ്പോൾ ഡെബിറ്റഡ് എന്നല്ലേ മെസ്സേജ് വരാറ്, ബാങ്കിലോട്ട് പൈസ വരുമ്പോൾ ക്രെഡിറ്റഡ് എന്നല്ലേ. സോ ബാങ്കിൽ നിന്ന് ഓട്ടോമേറ്റഡ് ആയിട്ട് പേയ്മെന്റ് പോകുന്നതാണ്. സോ ഇതിന് നമുക്ക് ഡയറക്റ്റ് ഡെബിറ്റ് എന്ന് പറയും. നമ്മൾ സ്റ്റാൻഡിങ് ഓർഡർ എന്നും പറയാറുണ്ട്. ഡയറക്റ്റ് ഡെബിറ്റ് ഓർ സ്റ്റാൻഡിങ് ഓർഡർ. ഇത് ബാങ്കുകാർ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി പിൻവലിക്കുന്നതാണ്. പക്ഷെ ഇത് നമ്മൾ അറിയുന്നത് എപ്പോഴാണ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോഴാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ലെഡ്ജറിൽ നിന്നും അത് ലെസ് ചെയ്യണം. ക്ലിയർ ആണ്? ഇതുപോലെ എന്തും വരാം, ഡയറക്റ്റ് ക്രെഡിറ്റ് വരാം. ഇപ്പോൾ നിങ്ങളുടെയൊക്കെ പാരൻസ് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് മന്ത്ലി ഒരു പേയ്മെന്റ് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ അയക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബാലൻസ് എമൗണ്ട് കിട്ടുന്നുണ്ടായിരിക്കില്ലേ. ഇത് ബാങ്കിൽ വരുന്നുണ്ടായിരിക്കും, പക്ഷെ നമുക്കിത് ക്യാഷ് ആയിട്ട് കിട്ടാത്തത് കൊണ്ട് നമ്മൾ നമ്മളുടെ റെക്കോർഡ്സിൽ അത് അങ്ങ് എഴുതിയിട്ടുണ്ടായിരിക്കില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം, ഡയറക്റ്റ് ക്രെഡിറ്റ് വരുന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യും വേണം. ക്ലിയർ ആണ്? ഇത്രയും അഡ്ജസ്റ്റ്മെന്റുകൾ നമുക്ക് എന്ത് ചെയ്യാം, വരാം. ഞാൻ പറഞ്ഞില്ലേ, ഈ അഡ്ജസ്റ്റ്മെന്റുകളെ ആണ് നമ്മൾ എന്തെന്ന് പറയാറ്, അൺറെക്കോർഡഡ് ഐറ്റംസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, അൺറെക്കോർഡഡ് ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ ഓൾറെഡി റിഫ്ലക്റ്റഡ് ആണ്. നമ്മൾ അറിയുന്നത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കുമ്പോഴാണ്. അതുകൊണ്ട് നമ്മൾ നമ്മളുടെ ലെഡ്ജറിൽ കറക്റ്റ് ചെയ്യണം. ക്ലിയർ ആണോ എല്ലാവർക്കും? സോ ഇത്രയും അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, റിവൈസ്ഡ് ഓർ അപ്ഡേറ്റഡ് ക്യാഷ് ബുക്ക് ബാലൻസ്. റിവൈസ്ഡ് ഓർ അപ്ഡേറ്റഡ് നിങ്ങളുടെ ക്വസ്റ്റ്യൻസിൽ കേൾക്കുന്ന ടേമാണ് റിവൈസ്ഡ്, അപ്ഡേറ്റഡ് അല്ലെങ്കിൽ അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്ക് ബാലൻസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സോ ഇപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തു. എന്ത്, നമ്മളുടെ ക്യാഷ് ലെഡ്ജർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ ഭാഗത്ത് മാത്രമല്ല പ്രശ്നം വരാറുള്ളത്, ബാങ്കിലെ ബാലൻസിലും ചില കാര്യങ്ങൾ. ഇപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് എന്തായിരുന്നു, ബാങ്കുകാർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടില്ല. അത് അൺറെക്കോർഡഡ് ഐറ്റംസ്. ഇനി നമ്മൾ ഓൾറെഡി നമ്മളുടെ ക്യാഷ് ലെഡ്ജറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് ബാങ്കിൽ എത്തിയിട്ടില്ല. ഡ്യൂ ടു സം റീസൺസ്, ടൈമിന്റെ പ്രശ്നമായിരിക്കും. ഞാൻ പറഞ്ഞുതരാം. ബാങ്കിൽ എന്ത് ചെയ്തിട്ടില്ല, നമ്മളുടെ ക്യാഷ് ബുക്കിൽ, നമ്മുടെ ബിസിനസ്സിൽ ഇരിക്കുന്ന ക്യാഷ് ലെഡ്ജറിൽ നമ്മൾ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ റിഫ്ലക്റ്റഡ് ആയിട്ടില്ല. അപ്പൊ നമുക്ക് എവിടെ അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട്, ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട്. ഇതിന് നമ്മൾ സെക്കൻഡ് പറയുന്നതാണ്, ഡിഫറൻസ് വരാനുള്ള സെക്കൻഡ് റീസൺ ആണ് ടൈമിംഗ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ടൈമിംഗ് ഡിഫറൻസ് എന്താണ്,
നമ്മൾ നമ്മളുടെ ലെഡ്ജറിൽ റെക്കോർഡ് ചെയ്തു, പക്ഷേ ആ അഡ്ജസ്റ്റ്മെന്റ് എവിടെ റിഫ്ലക്റ്റഡ് ആയിട്ടില്ല? ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ ബാങ്കുകാർ അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ്? ടൈമിംഗ് ഡിഫറൻസ്, സമയത്തിന്റെ ഒരു പ്രശ്നം കാരണം. പറഞ്ഞുതരാം. രണ്ട് കാര്യങ്ങളാണ് എന്ത് ചെയ്യാറുള്ളത്, ടൈമിംഗ് ഡിഫറൻസ് വരാറുള്ളത്. അതിൽ ഫസ്റ്റ് വണ്ണ് വരുന്നതാണ് അൺപ്രസന്റഡ് ഓർ ഔട്ട്സ്റ്റാൻഡിങ് ചെക്സ്. അൺപ്രസന്റഡ് ചെക്ക് എന്ന് പറയും, അൺപ്രസന്റഡ് ഓർ ഔട്ട്സ്റ്റാൻഡിങ് ചെക്സ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളുടെ സപ്ലയേഴ്സിന് ഒരു ചെക്ക് കൊടുത്തു. പക്ഷേ ഈ ചെക്ക് ഒന്നല്ലെങ്കിൽ സപ്ലയേഴ്സ് ബാങ്കിൽ, ഇപ്പോൾ നമ്മൾ സപ്ലയറിന് ചെക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, നമ്മളുടെ ക്യാഷ് ബുക്ക് നിന്ന് മൈനസ് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇത് സപ്ലയർ എന്ത് ചെയ്തിട്ടില്ല, ഒന്നല്ലെങ്കിൽ ബാങ്കിൽ സബ്മിറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ബാങ്കിൽ സബ്മിറ്റ് ചെയ്തു, ബാങ്ക് അത് നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് മൈനസ് ചെയ്യാൻ സമയം എടുക്കുന്നുണ്ട്. ഇപ്പൊ ഇയർ എൻഡിൽ വല്ല ക്രിസ്മസിന്റെ അവധി കാരണം, ന്യൂ ഇയറിന്റെ ലീവ് കാരണം, ബാങ്കിങ് ഹോളിഡേയ്സ് കാരണം ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത സ്റ്റേറ്റ്മെന്റ് ഡിഡക്റ്റ് ആയിട്ടുണ്ടായിരിക്കില്ല. സോ ഇയർ എൻഡിൽ അത് ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ അഡ്ജസ്റ്റഡ് ആയി ഉണ്ടായിരിക്കില്ല. പക്ഷെ നമ്മളത് സപ്ലയറിന് കൊടുക്കുമ്പോഴേ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മൈനസ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊരു പേയ്മെന്റ് ചെക്ക് അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. ഒന്നുകൂടെ പറയാൻ ശ്രദ്ധിക്കുക. എന്തായിരുന്നു, സപ്ലയറിന് ചെക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ നമ്മളുടെ ലെഡ്ജറിൽ നിന്ന് മൈനസ് ചെയ്തു, പക്ഷെ സപ്ലയർ ഇത് ബാങ്കിൽ സബ്മിറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്ത ചെക്ക് മൈനസ് ചെയ്യാൻ ബാങ്ക് ടൈമിങ്ങിന്റെ പ്രശ്നം കാരണം സമയം എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത് എന്ത് ചെയ്യുക, ഇതല്ലേ ഒരു ഡിഫറൻസ് വരാനുള്ള ഒരു കാരണം. ഇതെന്ത് ചെയ്യണം, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ലെസ് ചെയ്യണം. ഇങ്ങനെ വരുന്ന മറ്റൊരു കാര്യമാണ് ഔട്ട്സ്റ്റാൻഡിങ് ഓർ അൺക്ലിയർഡ് ലോഡ്ജ്മെന്റ്സ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഔട്ട്സ്റ്റാൻഡിങ് ഓർ അൺക്ലിയർഡ് ലോഡ്ജ്മെന്റ്സ്. നമ്മൾ അൺപ്രസന്റഡ് ചെക്ക് പറഞ്ഞില്ലേ, അതിന്റെ നേരെ ഓപ്പോസിറ്റ്. അൺപ്രസന്റഡ് ചെക്ക് പറഞ്ഞത് എന്തായിരുന്നു, നമ്മൾ ചെക്ക് കൊടുക്കുകയായിരുന്നു. ഇപ്പൊ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്താണ്, നമുക്ക് ചെക്ക് തിരിച്ച് കിട്ടുകയാണ് ചെയ്യുന്നത്. ഈ തിരിച്ചു കിട്ടിയ ചെക്ക് നമ്മൾ എന്ത് ചെയ്തു, നമ്മളുടെ ക്യാഷ് ബുക്കിൽ ആഡ് ചെയ്തു. ഇപ്പൊ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ആയില്ലേ, നമ്മളുടെ ക്യാഷ് അറ്റ് ബാങ്ക് ലെഡ്ജർ അഥവാ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ആയില്ലേ. പക്ഷെ ഇത് നമ്മൾ ബാങ്കിൽ സബ്മിറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, ഹോളിഡേ കാരണം, ഈ ന്യൂ ഇയറിന്റെ അല്ലെങ്കിൽ ക്രിസ്മസിന്റെ അവധി കാരണം 31 ഡിസംബറിന് അത് ബാങ്കിൽ ആഡ് ആയിട്ടില്ല. ബാങ്ക് ഒരു പ്രോസസ്സിങ് സമയം എടുക്കുന്നുണ്ട്. സോ ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഔട്ട്സ്റ്റാൻഡിങ് ഓർ അൺക്ലിയർഡ് ലോഡ്ജ്മെന്റ് നമ്മൾ റെക്കോർഡ് ചെയ്തു, ബാങ്കുകാർ റെക്കോർഡ് ചെയ്തില്ല. അപ്പൊ ബാങ്കിൽ എന്ത് ചെയ്യണം, ആഡ് ചെയ്ത് കാണിക്കണം. ക്ലിയർ ആണോ? ഈ കിട്ടുന്ന ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടൈമിംഗ് ഡിഫറൻസ്. അപ്പൊ എല്ലാവരും മനസ്സിലാക്കണം, ടൈമിംഗ് ഡിഫറൻസും വരാം. എന്താ ടൈമിംഗ് ഡിഫറൻസ്? നമ്മൾ കൃത്യമായിട്ട് നമ്മളുടെ ക്യാഷ് അറ്റ് ബാങ്ക് ലെഡ്ജർ അഥവാ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ബാങ്കുകാർ എന്ത് ചെയ്തിട്ടില്ല, അവരുടെ സ്റ്റേറ്റ്മെന്റിൽ ആഡ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ലെസ് ചെയ്തിട്ടില്ല. സോ ഇതായിരുന്നു നമ്മൾ സെക്കൻഡ് പറഞ്ഞത്. ഞാനിവിടെ ഈ ക്യാഷ് ബുക്കിലെ ബാലൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അവിടെ ഒരു കാര്യം കൂടെ നമുക്ക് ആഡ് ചെയ്യാനുണ്ട്, തേർഡ് വൺ. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഡയറക്റ്റ് ക്രെഡിറ്റ് ഓൾറെഡി എഴുതിയതായിരുന്നു, മാഞ്ഞുപോയി. ഓക്കെ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ അപ്പോൾ അൺറെക്കോർഡഡ് ഐറ്റംസും ടൈമിംഗ് ഡിഫറൻസും കഴിഞ്ഞു. തേർഡ്, ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ തമ്മിൽ ഡിഫറൻസ് വരാനുള്ള റീസൺ ആണ് എറർ, തെറ്റുകൾ സംഭവിക്കാം. ജനറലി ബാങ്കുകാർക്ക് എന്ത് ചെയ്യാറില്ല, തെറ്റുകൾ സംഭവിക്കാറില്ല. പക്ഷെ അവർക്കും എന്ത് ചെയ്യാം, എറർ സംഭവിക്കാം. സോ ബാങ്കിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു എറർ ആണെങ്കിൽ ബാങ്കുകാർ വരുത്തിയ എറർ എന്ത് ചെയ്യണം, ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ കറക്റ്റ് ചെയ്യണം അല്ലേ. അതല്ലേ അതിന്റെ ഒരു മാന്യത. ബാങ്കുകാർ എറർ വരുത്തി, അപ്പൊ അവരുടെ സ്റ്റേറ്റ്മെന്റിൽ നിന്നല്ലേ നമ്മളത് കറക്റ്റ് ചെയ്യേണ്ടത്. സോ ബാങ്ക് എറർ കറക്ഷൻ സംടൈംസ് ആഡ് ചെയ്യേണ്ടി വരും, സംടൈംസ് എന്ത് ചെയ്യേണ്ടി വരും, ലെസ് ചെയ്യേണ്ടി വരും. ഡിപ്പെൻസ് ഓൺ ദി സിറ്റുവേഷൻ. ഇതാ ഇനി ബാങ്കുകാരല്ല, ബാങ്കിലെ ക്ലർക്ക് അല്ല തെറ്റ് വരുത്തിയത്, നമ്മളുടെ അക്കൗണ്ടന്റിന്റെ ഭാഗത്തു നിന്നൊരു മിസ്റ്റേക്ക്. സോ അതെവിടെയാണ്, നമ്മളുടെ ഡോക്യുമെന്റ് ഏതാണ്, ക്യാഷ് അറ്റ് ബാങ്ക് ലെഡ്ജർ അല്ലേ. അതിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്യാഷ് ബുക്കിൽ വരുത്തിയ എറർ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം നമ്മളുടെ ക്യാഷ് അറ്റ് ബാങ്ക് ലെഡ്ജറിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ക്ലിയർ ആണോ? അതും സംടൈംസ് ആഡ് ചെയ്യേണ്ടി വരും, സംടൈംസ് എന്ത് ചെയ്യേണ്ടി വരും, ലെസ് ചെയ്യേണ്ടി വരും. ഡിപ്പെൻസ് ഓൺ ദി സിറ്റുവേഷൻ. ഞാൻ പറഞ്ഞിട്ട് ആദ്യം ക്യാഷ് ബുക്കിലെ ബാലൻസ് ആണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. സോ
ഈ അഡ്ജസ്റ്റ് ചെയ്താൽ കിട്ടുന്നതായിരുന്നു റിവൈസ്ഡ് ഓർ അപ്ഡേറ്റഡ് ക്യാഷ് ബുക്ക് ബാലൻസ് എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മളുടെ ബാലൻസും ബാങ്ക് സ്റ്റേറ്റ്മെന്റിലെ ബാലൻസും അഗ്രീഡ് ആവണ്ടേ? അതല്ലേ ബാങ്ക് റീകൺസിലിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫസ്റ്റ് ഞാൻ ഡെഫിനിഷനിൽ പറഞ്ഞതല്ലേ. സോ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ ഈ 3 കാര്യങ്ങൾ ഏതൊക്കെ? അൺപ്രസന്റഡ് ചെക്ക്, അൺക്ലിയർഡ് ലോഡ്ജ്മെന്റ്സ്, ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് വന്ന എറർ അഡ്ജസ്റ്റ് ചെയ്താൽ കിട്ടുന്ന ബാലൻസ് ഏതിനോട് ഈക്വൽ ആയിരിക്കണം? ക്യാഷ് ബുക്കിലെ റിവൈസ്ഡ് ബാലൻസിനോട് ഈക്വൽ ആയിരിക്കണം. സോ ഈ സെയിം ബാലൻസ് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് എഴുതുന്നത്, റിവൈസ്ഡ് ഓർ അപ്ഡേറ്റഡ് ക്യാഷ് ബുക്ക് ബാലൻസ്. ഇതാണ് ഏറ്റവും ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ തയ്യാറാക്കേണ്ടത് എന്നുള്ളത്. ആദ്യം ക്യാഷ് ലെഡ്ജർ അഡ്ജസ്റ്റ് ചെയ്യുക, എന്നിട്ട് ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ അഡ്ജസ്റ്റ്മെന്റ്. അത് തന്നെയാണ് ആ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ വരുത്തുന്ന അഡ്ജസ്റ്റ്മെന്റിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ എല്ലാവർക്കും? സോ ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ACCയുടെ FAയിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ വീഡിയോയിൽ തന്നെ നമുക്ക് 2-3 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, ചെയ്ത് നോക്കണം. സോ നിങ്ങൾ അതിന് മുൻപ് മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വായിച്ചു നോക്കട്ടെ. ഞാൻ വൃത്തിക്കോട് എഴുതിയിട്ടുണ്ട് എന്തൊക്കെയാണ് അൺറെക്കോർഡഡ് ഐറ്റംസ്, ടൈമിംഗ് ഡിഫറൻസ്, എറേഴ്സ് എന്നുള്ളത്. ഇവിടെ ഞാൻ പറഞ്ഞു, നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്, എപ്പോഴും കുട്ടികൾ കൺഫ്യൂഷൻ വരുത്തുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ക്യാഷ് അറ്റ് ബാങ്ക് ലെഡ്ജർ ബാലൻസ് ഇല്ലേ. നമ്മൾ ഫസ്റ്റ് എന്ത് എഴുതാറുണ്ട്? ബാലൻസ് അറ്റ് ഇയർ എൻഡ്. ഏതിലെ? ക്യാഷ് ലെഡ്ജറിലെ. നമുക്ക് ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലമെന്റ് അസറ്റ് ആണ്. അസറ്റിന്റെ ബാലൻസ് ഡെബിറ്റ് ആണ് അല്ലെ? അപ്പൊ അസറ്റ് കൂടുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യാറാണ്, അസറ്റ് കുറയുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യാറാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ക്യാഷ് അറ്റ് ബാങ്ക് ലെഡ്ജർ ഓർ ക്യാഷ് ബുക്കിലെ ബാലൻസ് ഡെബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് എഴുതുക. ഇനി അഥവാ ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിലെ ബാലൻസ് മൈനസ് എഴുതുക. മൈനസ് വരുന്ന ബാലൻസ് ഒക്കെ ഉണ്ട്, നിങ്ങളൊക്കെ അത് വർക്ക് ചെയ്യുമ്പോൾ പഠിക്കും. നമ്മൾ ഓവർ ഡ്രാഫ്റ്റ് അക്കൗണ്ട് ഒക്കെ ആണെങ്കിൽ അതിൽ മൈനസ് ബാലൻസ് വരാറുണ്ട്. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പക്ഷേ നമ്മളുടെ നേരെ ഓപ്പോസിറ്റ് പെർസ്പെക്റ്റീവാണ് ആരുടേത്? ബാങ്കുകാരുടേത്. അവരുടെ പെർസ്പെക്റ്റീവ് എന്താ? നമ്മൾ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റിൽ ഫസ്റ്റ് എഴുതിയത് എന്തായിരുന്നു? ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റിൽ ഫസ്റ്റ് എഴുതിയത് എന്തായിരുന്നു? ബാലൻസ് പെർ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അല്ലെ, അറ്റ് ഇയർ എൻഡ് ആയിരുന്നില്ലേ? ഈ ബാലൻസ് നമ്മളുടെ ഫണ്ട് നമ്മൾ അവരുടെ കൊടുത്തിരിക്കുകയല്ലേ. അപ്പൊ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു ഫണ്ട് അങ്ങ് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനർത്ഥം ബാങ്കുകാർ നമുക്ക് വേണ്ടി അത് സൂക്ഷിച്ചിക്കുക. അത് നമ്മളുടെ ഫണ്ടാ. അവരുടെ പെർസ്പെക്റ്റീവിൽ അവരത് നമുക്ക് തിരിച്ചു തരാനുള്ളതാ. അപ്പൊ അവർക്ക് അത് ലൈബിലിറ്റി പോലെയാണ്, നമ്മളുടെ കാശ് നമുക്ക് തിരിച്ചു തരണ്ടേ. അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ടിൽ ഫണ്ട് കയറുമ്പോൾ, ആഡ് ആകുമ്പോൾ ക്രെഡിറ്റ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. ബാങ്കിൽ നിന്ന് പൈസ കുറയുമ്പോൾ ഡെബിറ്റ്. അവരവരുടെ പൈസ തിരിച്ചു തന്നു, നമ്മൾ അവരുടെ കൊടുത്ത പൈസ അവർ നമുക്ക് തിരിച്ചു തന്നു. അപ്പോൾ ഡെബിറ്റ്, അവരുടെ ലയബിലിറ്റി കുറഞ്ഞില്ലേ? ലയബിലിറ്റി എലമെന്റിന്റെ ബാലൻസ് ഡെബിറ്റ് ക്രെഡിറ്റ് അല്ലേ? അപ്പോൾ ലയബിലിറ്റി കൂടുമ്പോൾ അവർ ക്രെഡിറ്റ് ചെയ്യും, അവരുടെ ലയബിലിറ്റി കുറയുമ്പോൾ അവർ ഡെബിറ്റ് ചെയ്യും. സോ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ബാങ്ക് അക്കൗണ്ടിൽ പൈസ ആഡ് ആകുമ്പോൾ ക്രെഡിറ്റ് ആയിരിക്കും, ബാങ്ക് അക്കൗണ്ടിൽ പൈസ കുറയുമ്പോൾ ഡെബിറ്റ് ആയിരിക്കും. സോ ഓപ്പണിങ്ങിലെ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റിലെ ബാലൻസ് പ്ലസ് ആണ്, ഡെബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ചെയ്യണം, ക്രെഡിറ്റ് ആകുമ്പോഴാണ് ഇവിടെ പ്ലസ് വരുന്നത്. ക്ലിയർ ആണോ എല്ലാവർക്കും? സംശയമല്ലല്ലോ. ഈ ഒരു കാര്യം കൂടെ എല്ലാവരും ശ്രദ്ധിക്കണം. നമുക്ക് നേരെ നമ്മളുടെ 1-2 ഇല്ലുസ്ട്രേഷനിലോട്ട് പോവാം. എന്താണ് ഇല്ലുസ്ട്രേഷൻ്റെ റിക്വയർമെൻറ്റ്? വാട്ട് ബാലൻസ് ഈസ് ഷോൺ ഓൺ ദി ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അറ്റ് 31st December 2016. സോ റിക്വയർമെൻറ്റ് ആദ്യം നോക്കണം നിങ്ങൾ. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിലെ ബാലൻസ് എത്രയാണ്? ജസ്റ്റ് ഇയർ എൻഡിൽ ബാലൻസ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് റിവൈസ്ഡ് എന്ന് പറഞ്ഞിട്ടില്ല, അപ്ഡേറ്റഡ് എന്ന് പറഞ്ഞിട്ടില്ല, കറക്റ്റഡ് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ കറക്ഷന് മുമ്പേ ഉള്ള ബാങ്ക് സ്റ്റേറ്റ്മെന്റിലെ ബാലൻസ് എന്നാ. സോ നമ്മളുടെ ഫോർമാറ്റ് എല്ലാവർക്കും ഓർമ്മല്ലേ? നമ്മളുടെ ഫോർമാറ്റിൽ നമ്മൾ 2 കോളമായിട്ട് 2 സെക്ഷനായിട്ട് എഴുതിയിരുന്നു. അതിൽ ഫസ്റ്റ് ക്യാഷ് അറ്റ് ബാങ്ക് ലെഡ്ജർ. ലെഡ്ജർ എന്ന് പറയുമ്പോൾ നമ്മളുടെ റെക്കോർഡ്. അതുപോലെ തന്നെ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്. സോ
ക്വസ്റ്റ്യൻ്റെ റിക്വയർമെന്റ് ഏതാണെന്ന് മനസ്സിലാക്കൽ എഫ് എയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ബാലൻസ് ഓൺ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ബാലൻസ് അറ്റ് ഇയർ എൻഡ് ഇല്ലേ, അതാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇത് കണ്ടെത്താം. സോ ഇതെങ്ങനെ കണ്ടെത്താം എന്നുള്ളത് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നോക്കാം. നമുക്കിവിടെ നിങ്ങൾ ക്വസ്റ്റ്യനിൽ നോക്കുമ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ലെഡ്ജർ തന്നിട്ടുണ്ട്, ക്യാഷ് അറ്റ് ബാങ്ക് ലെഡ്ജർ. ലെഡ്ജർ എന്നുള്ള ടേം കേട്ടാൽ ഉറപ്പിച്ചോളൂ, ഇത് നമ്മളുടെ റെക്കോർഡാണ്. അപ്പോൾ നമ്മളുടെ റെക്കോർഡിൽ ഫസ്റ്റ് എന്താ എഴുതേണ്ടത്, ബാലൻസ് അറ്റ് ഇയർ എൻഡ് ആണ്. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ, ക്യാഷ് അറ്റ് ബാങ്ക് ലെഡ്ജറിൽ ഡെബിറ്റ് പ്ലസും ക്രെഡിറ്റ് മൈനസും ആയിരുന്നു അല്ലേ. പക്ഷേ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റിലോ ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ മൈനസും ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ പ്ലസും ആണ്. അപ്പോൾ ഇയർ എൻഡിലെ ബാലൻസ് മീൻസ് ഏതാണ്, ക്ലോസിംഗ് ബാലൻസ്. ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. സാധാരണ ലെഡ്ജർ ബാങ്ക് ക്യാഷ് അറ്റ് ബാങ്ക് ലെഡ്ജർ എന്ന് പറയുമ്പോൾ, ക്യാഷ് എന്ന് പറയുമ്പോൾ നമുക്ക് എലമെന്റ് അസറ്റ് അല്ലേ, ബാലൻസ് എന്താ ഡെബിറ്റ് അല്ലേ. ഇവിടെ ഓപ്പണിംഗ് തന്നെ എഴുതിയിരിക്കുന്നത് ക്രെഡിറ്റാ. അതിനർത്ഥം ഓപ്പണിംഗ് ക്രെഡിറ്റിലല്ലേ എഴുതിയിരിക്കുന്നത്, ഓപ്പണിംഗ് ബാലൻസ് മൈനസാ, -761 ആണ് ഓപ്പണിംഗ് ബാലൻസ്. എന്നാൽ ക്ലോസിംഗ് ബാലൻസ് എഴുതിയതോ ഡെബിറ്റാ. പക്ഷെ നിങ്ങൾ FLA സ്റ്റുഡൻസ് ആയിട്ട് ആ മിസ്റ്റേക്ക് വരുത്തരുത്. എന്ത്, ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റ് അല്ലേ, അപ്പൊ 554 ഡെബിറ്റ് ആണെന്ന്. അങ്ങനെയല്ല, നമ്മളുടെ ബേസിക് പ്രിൻസിപ്പിൾസിൽ നമ്മൾ പഠിക്കാറുള്ളതാണ് എന്ത്, ക്ലോസിംഗ് ബാലൻസിന് കാര്യത്തിൽ മാത്രം ക്ലോസിംഗ് ബാലൻസ് എവിടെയാണോ എഴുതിയിട്ടുള്ളത് ലെഡ്ജറിൽ, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അതിന്റെ ആക്ച്വൽ ബാലൻസ്. ഇത് ജസ്റ്റ് ലെഡ്ജർ ബാലൻസ് ചെയ്യാൻ ഇവിടെ എഴുതി ചേർത്തു എന്നേ ഉള്ളൂ. ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് ആണെങ്കിൽ ഓക്കെ, അതിന്റെ ബാലൻസ് ക്രെഡിറ്റ് തന്നെയാണ്. പക്ഷെ ക്ലോസിംഗ് ബാലൻസ് എവിടെയാണോ ഉള്ളത് അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് അതിന്റെ ആക്ച്വൽ ബാലൻസ്. ഇവിടെ ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിലല്ലേ, അപ്പൊ അതിന്റെ ആക്ച്വൽ ബാലൻസ് എന്താണ്, ക്രെഡിറ്റ് ആണ്. സോ ഈ 554ന്റെ ബാലൻസ് എന്താണ്, ക്രെഡിറ്റ് ആണ്. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, മൈനസ് ആണ്. സോ ഓപ്പണിംഗ് ലെഡ്ജറിൽ ക്രെഡിറ്റ് മൈനസ് അല്ലേ, മൈനസ് എത്രയായിരുന്നു, 554 ആയിരുന്നു. സോ ഇനി നമുക്ക് ഓരോ അഡ്ജസ്റ്റ്മെന്റ് നോക്കാം. ഫസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ്, ഇൻവെസ്റ്റിഗേഷൻ ചെയ്തപ്പോൾ നമ്മൾ രണ്ട് ബാലൻസും മാച്ച് അല്ല, അതുകൊണ്ടല്ലേ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തത്. ബാങ്ക് ചാർജസ് ഓഫ് 136 entered on the bank statement. ബാങ്ക് ചാർജ് കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എന്താണ്, ബാങ്ക് ചാർജ് ഒരു അൺറെക്കോർഡഡ് ഐറ്റമാ. ബാങ്കുകാര് സ്റ്റേറ്റ്മെന്റിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഇത് അറിഞ്ഞിട്ടില്ല, നമ്മളുടെ ലെഡ്ജറിന് അത് മൈനസ് ചെയ്തിട്ടില്ല. ഇവരത് പ്രത്യേകം പറയുന്നുണ്ട്, ഹാഡ് നോട്ട് ബീൻ entered in the cash at bank ledger അല്ലെ, അവർ പറയേണ്ട ആവശ്യമില്ല, നമുക്കറിയാം. സോ ഈ ബാങ്ക് ചാർജ് നമ്മൾ റെക്കോർഡ് ചെയ്യാത്തതല്ലേ, അൺറെക്കോർഡഡ് ഐറ്റം അല്ലേ, നമ്മളുടെ ലെഡ്ജറിന് മൈനസ് ചെയ്യണം. എത്രയാണ് ബാങ്ക് ചാർജ് വരുന്നത്, 136. ക്ലിയർ ആണോ എല്ലാവർക്കും? പിന്നെ ഇവിടെ വരുന്നതാണ് സെക്കൻഡ് വൺ, ചെക്സ് ഡ്രോൺ. ചെക്സ് ഡ്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്ക് നമ്മൾ എഴുതി കൊടുത്തു, പിൻവലിക്കാണ്, പേയ്മെന്റ് ചെക്കാണ്. എമൗണ്ടിങ് ടു 267 $267 വരുന്നത്. ഹാഡ് നോട്ട് ബീൻ പ്രസന്റഡ് ടു ദി ബാങ്ക് ഫോർ പേയ്മെന്റ്. നമ്മൾ ചെക്ക് എഴുതി കൊടുത്തു, ആർക്ക്, നമ്മൾ സപ്ലയറിന്. നമ്മളുടെ ടൈമിംഗ് ഡിഫറൻസിൽ പറഞ്ഞില്ലേ അൺപ്രസന്റഡ് ചെക്ക്, സപ്ലയർ അതെവിടെ സബ്മിറ്റ് ചെയ്തിട്ടില്ല, ബാങ്കിൽ സബ്മിറ്റ് ചെയ്തിട്ടില്ല. സോ ഇത് ടൈമിംഗ് ഡിഫറൻസ് ആണ്. ഇത് നമ്മൾ എവിടെ അഡ്ജസ്റ്റ് ചെയ്യാറുള്ളത്, ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റിലാണ്. സോ ഇവിടെ ഒരു അൺപ്രസന്റഡ് ചെക്ക് വരുന്നുണ്ട്, ശ്രദ്ധിക്കുക. എത്രയാണ് അൺപ്രസന്റഡ് ചെക്ക്, 267 ആണ്. സോ ഇത് എന്ത് ചെയ്യണം, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നിന്ന് മൈനസ് ചെയ്യണം. ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, the accounting entries for a check payment of $22 had been reversed. അക്കൗണ്ടിങ് എൻട്രി കേട്ടപ്പോൾ തന്നെ മനസ്സിലായി, നമ്മളുടെ ലെഡ്ജറിൽ നമ്മൾ അക്കൗണ്ട് ചെയ്തതാണ്. സോ ഇത് ലെഡ്ജറിൽ വരുന്ന അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കണം. ഫോർ എ ചെക്ക് പേയ്മെന്റ്, എന്തിന്റെ, ചെക്ക് പേയ്മെന്റിന്റെ. എത്ര ചെക്ക് പേയ്മെന്റ്, $22 ഹാഡ് ബീൻ റിവേഴ്സ്ഡ്. എന്താ റിവേഴ്സ്ഡ്, തിരിച്ചെഴുതി. ദാറ്റ് മീൻസ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്, പൈസ കൊടുക്കുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ക്യാഷ് അക്കൗണ്ട് അല്ലേ ചെയ്യാറുള്ളത്, അയാൾ എന്ത് ചെയ്തു, അക്കൗണ്ടന്റ് എന്ത് ചെയ്തു, അത് അങ്ങ് ഡെബിറ്റ് ചെയ്തു. ഇവിടെ ആൻഡ് അക്കൗണ്ടഡ് ഫോർ ആസ് എ റെസീപ്റ്റ്, പൈസ പിൻവലിച്ചത് അത് അവർ റെസീപ്റ്റ് ക്യാഷിൽ അങ്ങ് ആഡ് ആക്കി എഴുതി. എറർ അല്ലേ? ആര് വരുത്തിയ എററാണ്, അക്കൗണ്ടന്റ് വരുത്തിയ എറർ അല്ലേ, ലെഡ്ജറിൽ വരുത്തിയ എറർ അല്ലേ, നമ്മളുടെ ഡോക്യുമെന്റിലല്ലേ എറർ കറക്റ്റ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് ഈ എറർ കറക്റ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ എന്താണ്, 22 മൈനസ് ചെയ്യേണ്ടതിന് പകരം, പേയ്മെന്റ് മൈനസ് ചെയ്യേണ്ടതിന് പകരം ആൾ അത് റെസീപ്റ്റ് ആയിട്ട് ആഡ് ചെയ്തു. ഞാനൊരു എക്സാമ്പിൾ പറയാം, നിങ്ങൾ നേരെ ശ്രദ്ധിക്കട്ടോ, എറർ കറക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, നേരെ ശ്രദ്ധിക്കണം. എറർ കറക്ഷൻ നമ്പർ 1 നിങ്ങൾ നേരെ മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മളുടെ കറണ്ട് ബാലൻസ് 100 ആണെന്ന് കരുത്.
കറന്റ് ബാലൻസ് എന്താണ്? 100 ആണ്. ആക്ച്വലി എന്താണ് ചെയ്യേണ്ടത്? ഈ 22 മൈനസ് അല്ലേ ചെയ്യേണ്ടത്? അല്ലെ, പേയ്മെന്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ എത്ര ബാലൻസ് വരേണ്ടത്? ശ്രദ്ധിക്കുക, ഒന്നുകൂടെ എഴുതാം. 100 ആണ് കറന്റ് ബാലൻസ് എന്ന് അസ്യൂം ചെയ്യുക. ഇത് ഞാൻ എക്സാമ്പിൾ പറയുന്നതാണ് കേട്ടോ. 100 അല്ലാതെ വേറെ ക്വസ്റ്റ്യനിൽ എവിടെയില്ല. സോ ഈ 100 ബാലൻസിൽ 22 മൈനസ് ചെയ്യണം. പേയ്മെന്റ് ചെക്ക് അല്ലേ? പക്ഷെ ആൾ എന്ത് ചെയ്തു? അക്കൗണ്ടന്റ് അത് ആഡ് അല്ലേ ചെയ്തത്. അപ്പൊ ആക്ച്വലി എത്രയായിരുന്നു വരേണ്ടത്? 100 22 മൈനസ് ചെയ്ത് 78 വരണമായിരുന്നു. പക്ഷെ ആൾ എന്ത് ചെയ്തു? അത് ആഡ് ചെയ്തു. അപ്പൊ ആള് 100ൽ 22 അങ്ങ് ആഡ് ചെയ്തിട്ട് എത്രയാക്കി മാറ്റി? 122 ആക്കി മാറ്റി. ഇത് തെറ്റല്ലേ? അപ്പൊ ഈ 128നെ നമ്മൾ എത്രയിലോട്ട് എത്തിക്കണം? 78ലോട്ട് എത്തിക്കണം. അപ്പൊ അയാൾ ആഡ് ചെയ്ത് 22 മൈനസ് ചെയ്യണം. ആക്ച്വലി മൈനസ് ചെയ്യാനുള്ള 22 കൂടെ മൈനസ് ചെയ്യണം. അപ്പൊ ടോട്ടൽ ഇവിടെ 44 നമ്മൾ എറർ കറക്റ്റ് ചെയ്യണ്ടേ? 44 ക്യാഷ് ബാലൻസ് ഒന്ന് മൈനസ് ചെയ്യണ്ടേ? ക്ലിയർ ആണോ എല്ലാവർക്കും? സോ നമ്മളിവിടെ നമ്മളുടെ ക്യാഷ് അറ്റ് ബാങ്ക് ലെഡ്ജറിൽ എറർ കറക്ഷൻ ഫസ്റ്റ് എററാണ്. ഒരു എററും കൂടെ ക്വസ്റ്റ്യൻ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ എറർ 1 എന്ന് എഴുതിയത്. ഒരു 44 എന്ത് ചെയ്യണം? നമ്മൾ ലെസ് ചെയ്യണം. ക്ലിയർ ആണോ എല്ലാവർക്കും? സോ നെക്സ്റ്റ് വരുന്നത് ഫോർത്ത് വൺ. എ ചെക്ക് ഡ്രോൺ ഫോർ $6 had been incorrectly entered in the cash at bank ledger account as 66. ഇതാ ഒരു മറ്റൊരു ചെക്കും കൂടെ നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട്. പേയ്മെന്റ് ചെക്ക് $6 ചെക്ക്. പക്ഷേ ഈ അക്കൗണ്ടന്റ് വീണ്ടും ഒരു പ്രശ്നം വരുത്തിയിട്ടുണ്ട്. ആൾ എന്താ ചെയ്തത്? ആൾ അത് ലെഡ്ജറിൽ 66 അങ്ങ് മൈനസ് ചെയ്തു. അല്ലേ? ചെറിയ പ്രശ്നമൊന്നുമല്ല, ആൾക്ക് എന്തോ പ്രോബ്ലം ഉണ്ട്. അക്കൗണ്ടന്റ് 6 മൈനസ് ചെയ്യേണ്ട കൊടുത്ത് 66 അങ്ങ് മൈനസ് ചെയ്തു. അടുത്ത എറർ അല്ലേ? അക്കൗണ്ടന്റ് തന്നെയല്ലേ എറർ വരുത്തിയത്. അപ്പൊ ക്യാഷ് ലെഡ്ജറിലല്ലേ നമ്മളത് കറക്റ്റ് ചെയ്യേണ്ടത്. സോ എറർ കറക്ഷൻ സെക്കൻഡ് എറർ ആണ് അല്ലേ? നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യം എന്തായിരുന്നു ചെയ്യേണ്ടത്? ഞാൻ ഫോർ എക്സാമ്പിൾ 100 തന്നെ ഒരു നമ്പർ എടുത്തു. ഞാൻ പറയുന്ന നമ്പർ എക്സാമ്പിൾ ആണ്, കൺഫ്യൂഷൻ ആവരുത്. എന്ത് ചെയ്യണം? ആക്ച്വലി എത്ര മൈനസ് ചെയ്യേണ്ടത്? 6 ആണ് മൈനസ് ചെയ്യേണ്ടത്. അപ്പൊ കറക്റ്റ് ബാലൻസ് എത്ര വരണമായിരുന്നു? ഷുഡ് 94 ആയിരുന്നു. പക്ഷെ അവരെന്താ ചെയ്തത്? 100ൽ നിന്ന് 94 മൈനസ് ചെയ്യേണ്ടതിന് പകരം 6 മൈനസ് ചെയ്യേണ്ടതിന് പകരം ശ്രദ്ധിക്കുക കേട്ടോ, 66 മൈനസ് ചെയ്തു. അങ്ങനെ ബാലൻസ് ഇപ്പൊ എത്രയായി? 34 ആയി മാറി. 34 റോങ് അല്ലേ? ഈ 34നെ ഈ റോങ്ങിനെ നമുക്ക് ഏതിലോട്ട് എത്തിക്കണം? 94ലോട്ട് എത്തിക്കണം. സോ 34നെ 94ലോട്ട് എത്തിക്കാൻ ഇവിടെ 60 നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ആഡ് ചെയ്യേണ്ടതുണ്ട്. സോ ക്ലിയർ ആണോ എല്ലാവർക്കും? എറർ കറക്ഷന്റെ ഭാഗമായിട്ട് നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്തായിരുന്നു? 60 ആഡ് ബാക്ക് ചെയ്യണം. സോ ഇവിടെ 4 അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ കറക്റ്റ് ചെയ്തില്ലേ? ഒരു ടൈമിംഗ് ഡിഫറൻസ് ഉണ്ടായിരുന്നു, 3 അൺറെക്കോർഡഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. സോ ഇത് അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് റിവൈസ്ഡ് ഓർ അപ്ഡേറ്റഡ് ക്യാഷ് ബുക്ക് ബാലൻസ്, ക്യാഷ് ബുക്ക് ഓർ ക്യാഷ് അറ്റ് ബാങ്ക് ലെഡ്ജർ ബാലൻസ്. സോ നമുക്കൊന്ന് കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് -554 ആണ്, കാരണം ഓപ്പണിംഗിൽ തന്നെ ക്രെഡിറ്റ് ബാലൻസ് ആയിരുന്നു. ഓപ്പണിംഗിലല്ല, ഇയർ എൻഡിലെ ബാലൻസ് എന്തായിരുന്നു? ക്രെഡിറ്റ് ആയിരുന്നു, മൈനസ് ആയിരുന്നു. -554 -136 അല്ലെ? ബാങ്ക് ചാർജ് 136 അല്ലേ? ഓക്കെ. നെക്സ്റ്റ് എന്തായിരുന്നു? ഒരു എറർ കറക്ഷൻ ഉണ്ടായിരുന്നു, ഒരു 44 പ്ലസ് എന്ത് വരുന്നുണ്ടായിരുന്നു? ഒരു 60 വരുന്നുണ്ടായിരുന്നു. സോ നമ്മളുടെ റിവൈസ്ഡ് ഓർ അപ്ഡേറ്റഡ് ക്യാഷ് ബുക്ക് ബാലൻസ് വരുന്നത് -674 ആയിരുന്നു. നേരത്തെ ഫോർമാറ്റിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടില്ലേ? എന്താ ബാങ്ക് റീകൺസിലിയേഷൻ? ബാങ്ക് സ്റ്റേറ്റ്മെന്റിലെ ബാലൻസിനെ നമ്മളുടെ ക്യാഷ് ബുക്കിലെ ബാലൻസിലോട്ട് അഗ്രി ചെയ്യുന്ന, മാച്ച് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനല്ലേ നമ്മൾ ബാങ്ക് റീകൺസിലിയേഷൻ എന്ന് പറയുന്നത്. സോ ഈ സെയിം ബാലൻസ് തന്നെയാണ് നിങ്ങൾ എവിടെയും എഴുതേണ്ടത്. ഈ റിവൈസ്ഡ് ഓർ അപ്ഡേറ്റഡ് ക്യാഷ് ബുക്ക് ബാലൻസ് തന്നെയാണ് നിങ്ങൾ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റിൽ എഴുതേണ്ടത്. ഇത് എത്രയാണ്? -674. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റിൽ ഇനിയും 2 അഡ്ജസ്റ്റ്മെന്റ് വരാനുണ്ട്. അൺക്ലിയർഡ് ലോഡ്ജ്മെന്റ്സ് വരാം, ബാങ്ക് എറർ വരാം. ഇത് രണ്ടും ഈ ക്വസ്റ്റ്യനിൽ ഇല്ല, അതുകൊണ്ട് ഇത്ര മാത്രം മതി. ഇനി നമുക്ക് എന്ത് കണ്ടെത്തണം? നമ്മൾ ഇവിടെ എഴുതിയ എക്സ് കണ്ടെത്തണം അല്ലേ? എങ്ങനെ ഈ എക്സ് കണ്ടെത്താം? ഞാൻ ചെറിയൊരു ഇക്വേഷൻ തരാം. ഈ എക്സ് -267 ആണ് നമ്മളുടെ -674 കിട്ടിയത്. നിങ്ങൾ 10ാം ക്ലാസ് പഠിച്ചതല്ലേ? ഈ എക്സ് അല്ലേ നമുക്ക് കാണേണ്ടത്. സോ ഈ എക്സിനെ നിലനിർത്തുമ്പോൾ ഈക്വൽ ടു മൈനസ് ഇങ്ങോട്ട് പോകുമ്പോൾ എന്താകും? പ്ലസ് ആകും. -674
പ്ലസ് 267. സോ നോക്കാം, കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ -674 പ്ലസ് 267 എത്ര കിട്ടുന്നത്? -407. ഓക്കെ, ഈ ഒരു ഓപ്ഷൻ, ഈ ഒരു ആൻസർ നമുക്ക് നമ്മളുടെ ഓപ്ഷനിൽ ഉണ്ടോ നോക്കണം. അപ്പോൾ എക്സ് കിട്ടി. അപ്പോൾ ബാലൻസ് അറ്റ് ഇയർ എൻഡ് ആയിരുന്നു ചോദ്യം വരുന്നുണ്ടായിരുന്നത്. എത്രയായിരുന്നു? ബാലൻസ് അറ്റ് ഇയർ എൻഡ് വിൽ ബി -407. ഓവർ ഡ്രോൺ ആണ്, ബാങ്കിൽ നിന്ന് അധികം പൈസ പിൻവലിച്ചിരിക്കുകയാണ്. ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ ബാലൻസ് മൈനസ് ആണെങ്കിൽ അത് ഡെബിറ്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് ആൻസർ 407 ഡെബിറ്റ് ആണ്. സോ ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇവിടെ ഏതാണ് ഓപ്ഷൻ വരുന്നത്? നമ്മളുടെ ഓപ്ഷൻ ഡി, ഓവർ ഡ്രാഫ്റ്റ്. 407 ഓവർ ഡ്രോൺ മൈനസ് ആയിരുന്നു. ക്ലിയർ ആണോ എല്ലാവർക്കും? സംശയമുണ്ടോ ആർക്കെങ്കിലും? സോ ഇതായിരുന്നു നമ്മളുടെ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം, നമുക്കതിന് ക്ലാരിറ്റി വരുത്താം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ PDF വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ ഗ്രൂപ്പിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പോ കാര്യങ്ങളോ ഉണ്ടായിരിക്കും, അതിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് നമ്മളുടെ ബാങ്ക് റീകൺസിലിയേഷൻ ആയിരുന്നു. എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയിട്ട് ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പുവരുത്തുന്നു. സോ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ എക്സാം കിറ്റിൽ സ്റ്റഡി ഹബിലെ ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു ആൾ. ദാറ്റ്സ് ഓൾ.